9ാം ക്ലാസ്സിലെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ നോക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വസ്തുതകൾ ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്, അതൊന്ന് നോക്കാം. All triangles with the same base and area have their third vertices on a line parallel to the base. All triangles with the same base and area have their third vertices on a line parallel to the base. Conversely, all triangles with the same base and the third vertex on a line parallel to the base have the same area. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഒരേ പാദവും മൂന്നാമത്തെ മൂല വഴിയുള്ള സമാന്തര വരയിൽ മൂന്നാമത്തെ മൂലയും വരുന്ന ട്രയാങ്കിൾസിനെല്ലാം ഒരേ ഏരിയ ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലായിരിക്കും. മറിച്ച് ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവായിരിക്കും. ഇത് നമ്മൾ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സംശയം എന്തുണ്ടെങ്കിൽ അതെടുത്ത് ഒരിക്കൽ കൂടി നോക്കുക. ഈ ഭാഗത്ത് നമ്മളിന്ന് നോക്കുന്നത് പേജ് നമ്പർ 13 തൊട്ടുള്ള ഭാഗങ്ങളാണ്. അതിൽ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ അഥവാ ചതുർഭുജവും ത്രികോണവും എന്ന ഭാഗമാണ് ആദ്യം നോക്കുന്നത്. ഒരു ചതുർഭുജത്തെ അഥവാ ക്വാഡ്രിലാറ്ററലിനെ എങ്ങനെ അതേ ഏരിയ പരപ്പളവ് ഉള്ള ഒരു ത്രികോണമാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇതാണ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം എന്ന് പറയും. ഇതിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ഏറ്റവും എളുപ്പം, പരപ്പളവ് കാണാൻ ഏറ്റവും എളുപ്പം ഇതിനെ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ എതിർമൂലകൾ തമ്മിൽ യോജിപ്പിച്ച് ഒരു വര വരച്ചാൽ ഇത് രണ്ട് ത്രികോണങ്ങളാവും. ഇതാ ഇങ്ങനെ. ഇപ്പോൾ ഇത് രണ്ട് ത്രികോണങ്ങളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലതുവശത്ത് കാണുന്ന ത്രികോണത്തിൻ്റെ അതേ പരപ്പളവിൽ ഒരു ത്രികോണം കൂടി വരച്ചിട്ടാണ് ഇതിനെ നമ്മൾ ത്രികോണമാക്കി മാറ്റുന്നത്, ഈ ചതുർഭുജത്തെ. അതിനാദ്യം നമ്മൾ ഇതിൻ്റെ ത്രികോണം കണ്ടല്ലോ, ഈ ത്രികോണമാണ് നമ്മൾ ചതുർഭുജമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ മൂല, വലതുവശത്തെ മേളിലുള്ള മൂന്നാമത്തെ മൂലയിലൂടെ ഈ നീല വരയ്ക്ക് സമാന്തരമായ, അതായത് പാദത്തിന് സമാന്തരമായ പാരലലായ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് ആ വര. ഇത് നമുക്ക് കാണാം പാരലലാണ്, പാദത്തിന് പാരലലാണ്. അപ്പോൾ ഇതേ പാദവും ഈ വരയിൽ എവിടെയെങ്കിലും മൂന്നാമത്തെ മൂലയും മുട്ടിയാൽ അതേ പരപ്പളവുള്ള ഒരു ത്രികോണം കിട്ടും. ഇനി നമ്മൾ ഈ ചതുർഭുജത്തിൻ്റെ പാദം ചുവടുവശം കുറച്ച് നീട്ടി ആ നീലവരയിൽ, പാരലലായിട്ട് ഇപ്പോൾ വരച്ച നീലവരയിൽ മുട്ടിക്കുന്നു. ഇതാ ഇങ്ങനെ. ഇനി ഇത് ചേർന്ന ഭാഗത്ത് നിന്ന് നമ്മൾ പാദത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് വശത്തേക്ക് ഒരു വര കൂടി വരയ്ക്കും. ഇതാ ഇപ്പോൾ വരച്ച നീലവര. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയേക്കുന്നത് കാണുന്നുണ്ടോ? ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇത് ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് വന്ന ഭാഗം ഒരു ട്രയാങ്കിളാണ്. അതിന് ആദ്യം ഷെയ്ഡ് ചെയ്തിരുന്ന ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ അഥവാ പരപ്പളവായിരിക്കും. കാരണം എന്താണ് കാരണം? രണ്ടിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണ്. അതുകൊണ്ട് ഏരിയ അഥവാ പരപ്പളവ് തുല്യമായിരിക്കും. ഹാഫ് BH ആണ് ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ. അതുകൊണ്ട് രണ്ടിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. ഇനി ഇപ്പോൾ കണ്ടേക്കുന്ന മഞ്ഞ നിറത്തിൽ ഷെയ്ഡ് ചെയ്ത ഈ ത്രികോണം ആദ്യം നമ്മൾ കണ്ട ചതുർഭുജത്തിൻ്റെ അതേ പരപ്പളവാണ്. അപ്പം നമ്മൾ ചെയ്തത് ഇതാണ്. ഒരു വര വരച്ച് രണ്ട് ട്രയാങ്കിൾസ് ആക്കി ക്വാഡ്രിലാറ്ററലിനെ. അതിൽ തേർഡ് വെർട്ടെക്സിൽ കൂടെ ഒരു വര വരച്ചു. എന്നിട്ട് ക്വാഡ്രിലാറ്ററലിൻ്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം അതിനെ ഒരു ട്രയാങ്കിളാക്കി മാറ്റി. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിളായി മാറി. ഇനി ക്വാഡ്രിലാറ്ററിന് പകരം പെൻറ്റഗൺ അഥവാ പഞ്ചഭുജം ആണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് 5 വശങ്ങളുണ്ടാവും. നമുക്കൊരു പഞ്ചഭുജം പരിശോധിക്കാം. ഇതാണ് പഞ്ചഭുജം. ഇതിൻ്റെ 5 വശങ്ങളുണ്ട്, ശ്രദ്ധിച്ച് കാണും. ഇതിനാദ്യം നമ്മൾ ഒരു വര വരച്ച് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനകത്ത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി, മുമ്പത്തെ പോലെ തന്നെ. ഇനി അതിന് ഇപ്പോൾ കാണുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ആ ട്രയാങ്കിൾ. ഇനി ഇതിന് ബേസിന് സമാന്തരമായി പാരലലായി ഒരു വര വരയ്ക്കും. ആദ്യം നമ്മൾ പെൻറ്റഗണിൻ്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ആ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലലായി തേർഡ് വെർട്ടെക്സിൽ കൂടി ഒരു വര വരയ്ക്കുന്നു. ഇതാ ഇപ്പോൾ കണ്ട പോലെ.
ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇത് പാരലലാണ്, കണ്ടല്ലോ, പാരലലാണ്. ഇനി അവിടെ ഒരു ട്രയാങ്കിൾ ഇതേ അളവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഈ വരയിലൂടെ. ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ മഞ്ഞ നിറത്തിൽ വന്ന ട്രയാങ്കിൾ അതേ ഏരിയ ഉള്ള ട്രയാങ്കിളാണ്. ഇപ്പോൾ ഇതിൻ്റെ വശങ്ങളുടെ എണ്ണം 1 കുറഞ്ഞത് കാണാം. ഇപ്പോൾ വന്നേക്കുന്ന മഞ്ഞ രൂപങ്ങൾക്ക് നോക്കിയാൽ 4 വശങ്ങൾ, 4 സൈഡ്സാണുള്ളത്. അതായത് അതൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം ആയി മാറി. അതേ പരപ്പളവുള്ള അഥവാ ഏരിയ ഉള്ള ഒരു ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ നമുക്കിപ്പോൾ ലഭിച്ചു. ഇനി ഈ ക്വാഡ്രിലാറ്ററലിനെ എങ്ങനെയാണ് ട്രയാങ്കിൾ ആക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തൊട്ട് മുമ്പത്തെ ഭാഗത്ത് അതാണ് നമ്മൾ നോക്കിയത്. ഇതിനെ നമ്മളൊരു എതിർമൂലകൾ യോജിപ്പിച്ച് 2 ട്രയാങ്കിൾസ് ആക്കും. ഈ ട്രയാങ്കിളിനെ ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് വന്നേക്കുന്ന ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ മൂലയിൽ കൂടി ഒരു സമാന്തര വര വരയ്ക്കും, പാരലൽ ലൈൻ. ഇത് പാരലലാണ്. ഇനി ഇതിൻ്റെ ചതുർഭുജത്തിൻ്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു സ്കെയിൽ വെച്ച് നീട്ടി വരച്ച് അവിടെ കൊണ്ട് മുട്ടിക്കും. ഇനി ഇതിനെ മഞ്ഞ ട്രയാങ്കിളിൻ്റെ മുകൾ വശമായിട്ട്, തേർഡ് വെർട്ടെക്സുമായിട്ട് യോജിപ്പിക്കും. ഇതാ ഇങ്ങനെ. ഇപ്പോൾ കിട്ടിയ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇത് വെള്ള നിറത്തിൽ ഷെയ്ഡ് ചെയ്ത, വെള്ളയും കറുപ്പും കൊണ്ട് ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള ട്രയാങ്കിളാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്കിങ്ങനെ ഒരു മഞ്ഞ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യം എടുത്ത പെൻറ്റഗണിൻ്റെ അതേ ഏരിയ ആയിരിക്കും, പഞ്ചഭുജത്തിൻ്റെ അതേ ഏരിയ ഈ ട്രയാങ്കിളിന്. ഇങ്ങനെയാണ് ആ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. 1-2 തവണ ഇത് നോക്കുക, തന്നെത്താൻ വരച്ച് നോക്കണം. 14-ാമത്തെ പേജിൽ ഒക്കെ ഇത് ചെയ്തിട്ടിട്ടുണ്ട്. അത് അളവെടുത്ത് തന്നെത്താൻ വരച്ച് നോക്കുക. നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. അത് പേജ് നമ്പർ 15 ആരംഭിക്കും. അതിലെ 1-ാമത്തെ ചോദ്യം. Draw the 2 quadrilaterals shown below in your notebook. Draw triangles of the same area and calculate the areas. Lengths needed may be measured. എന്ന് പറഞ്ഞാൽ ഈ അളവിൽ വരയ്ക്കണം, എന്നിട്ട് ഇതിനെ ട്രയാങ്കിളാക്കി മാറ്റിയിട്ട് ഏരിയ കണക്കാക്കണം. ആവശ്യമുള്ള അളവുകൾ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് അളന്നെടുക്കാം. അതാണ് ചോദ്യം. അതായത് ചുവടെയുള്ള 2 ചതുർഭുജങ്ങളും നോട്ട്ബുക്കിൽ വരയ്ക്കുക. അവയുടെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങളും വരച്ച് പരപ്പളവ് കണക്കാക്കുക. അതിനാവശ്യമായ നീളങ്ങൾ അളന്നെടുക്കണം. ഇതിനായിട്ട് നമുക്ക് ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരയ്ക്കാം. നിങ്ങളതിൻ്റെ വരയ്ക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് സ്കെയിൽ വെച്ച് വരയ്ക്കുക. പുസ്തകത്തിൽ, നോട്ട്ബുക്കിൽ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് നോക്കാം, അത് കാണാം. ഇത് വരയ്ക്കുന്നതിനായി ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കും. ജിയോജിബ്ര ഉപയോഗിച്ച് ഇതിങ്ങനെ വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ഇടതുവശത്ത് നിന്ന് 80 ഡിഗ്രി അളന്ന് മട്ട ഉപയോഗിച്ച് നിങ്ങൾ അളക്കണം, മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ യോജിപ്പിച്ചുകൊണ്ട് 3 സെൻറ്റിമീറ്ററുള്ള ഒരു വര വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 80 ഡിഗ്രി കോമ്പസിന് മട്ടത്തിന് അളന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്ന ഒരു വര വരയ്ക്കുക. അത് കറക്റ്റ് 80 ഡിഗ്രിയിലായിരിക്കണം വരേണ്ടത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്, കറക്റ്റ് 80 ഡിഗ്രി ചേരുന്നിടത്ത് വരുന്നു. ഇനി അവിടെ നിന്ന് 120 ഡിഗ്രി അളന്ന് മട്ട ഉപയോഗിച്ച് ഒരു വര കൂടി വരയ്ക്കുക. അതിൻ്റെ നീളം ചോദ്യത്തിൽ പറയുന്നുണ്ട് 4 സെൻറ്റിമീറ്ററാണ്. 4 അളവ് വരുന്ന പോലെ ഒരു വര വരയ്ക്കുക. അത് 120 ഡിഗ്രിയാണ് വരേണ്ടത്. ഇനി ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെട്ട ആദ്യത്തെ ചതുർഭുജമായി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് 5 സെൻറ്റിമീറ്റർ വര വരച്ചു, ഇടത് സൈഡിൽ നിന്ന് 80 ഡിഗ്രി അളന്നിട്ട് 3 സെൻറ്റിമീറ്റർ വരച്ചു, മുകളിൽ നിന്ന് 120 ഡിഗ്രി അളന്ന് 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇവയെ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വര ലഭിക്കും, ചതുർഭുജം ലഭിക്കും. രണ്ടാമത്തെ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനായി 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര ആദ്യം വരയ്ക്കണം, 8.5. അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് ആ താഴത്തെ ത്രികോണമാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. 8, 8.5, 6, 7.5 വരുന്ന ട്രയാങ്കിൾ. കോമ്പസ് ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത്
ഒരു അടയാളം ഇടുക, 6 സെൻറ്റിമീറ്റർ അകലെ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വലത് വശത്ത് നിന്ന് അതുപോലെ തന്നെ 7.5 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്ന് വരയ്ക്കുക. അവ തമ്മിൽ കൂട്ടിമുട്ടണം. ജിയോജിബ്ര വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അത് കാണിക്കാൻ പറ്റുക. കോമ്പസ് വെച്ച് 2 ചെറിയ അടയാളങ്ങൾ ഇട്ടിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇടതുവശത്ത് 6 സെൻറ്റിമീറ്ററും വലതുവശത്ത് 7.5 സെൻറ്റിമീറ്ററും വരണം. എന്നിട്ട് അതിനെ യോജിപ്പിച്ചാൽ ആ ട്രയാങ്കിളായി. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മുകൾ വശത്തു നിന്ന് 5 സെൻറ്റിമീറ്ററും അതും കോമ്പസിന് തന്നെ വരയ്ക്കാം. വലത് ഭാഗത്തു നിന്ന് 4.5 സെൻറ്റിമീറ്റർ അളന്ന് അവയെ തമ്മിൽ കോമ്പസ് ഉപയോഗിച്ച് വരച്ച് കൂട്ടിമുട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്ന രീതിയിലുള്ള ചതുർഭുജം ലഭിക്കും. അതിൻ്റെ അളവുകൾ ഇവിടെ കാണുന്നുണ്ട്. 8.5, 6, 7.5, 5, 4.5 എന്നിങ്ങനെയാണ് അളവുകൾ വരുന്നത്. ഇത് വരയ്ക്കുമ്പോൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക, തുടർന്ന് ചതുർഭുജം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഇനി ഇവയുടെ പരപ്പളവ് കാണുന്നത്. നമ്മളിപ്പോൾ ജിയോജിബ്ര ഉപയോഗിച്ച് ഈ ചതുർഭുജങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നു. സ്കെയിലും മട്ടവും ഉപയോഗിച്ച് നിങ്ങളത് വരയ്ക്കുക നോട്ട്ബുക്കിൽ. ഇനി ഇതിൻ്റെ ഏരിയ കാണാൻ എളുപ്പമാണ്. 80ഉം 120ഉം ആംഗിൾ വരുന്നു. ഇതിനെ നമ്മൾ ഈ സൈഡ് 5 സെൻറ്റിമീറ്ററാണ് ചുവടുവശം, ഒരു സൈഡ് 3, മോൾ വശം 4 സെൻറ്റിമീറ്റർ. ഇതെല്ലാം നമ്മൾ അളന്ന് വരച്ചതാണ്. ഇനി ഇതിനെ നമ്മൾ ട്രയാങ്കിൾ ആക്കാൻ വേണ്ടി നടുക്കൂടെ ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ ഇത് 2 ത്രികോണങ്ങളാവും. മുകളിലത്തെ മൂലയിൽ കൂടി ഇതിന് സമാന്തരമായി, പാദത്തിന് സമാന്തരമായി ഒരു വര വരയ്ക്കുക. ചതുർഭുജത്തിൻ്റെ പാദം നീട്ടി വരച്ച് ഇവിടെ മുട്ടിക്കുക. എളുപ്പമാണ്. ഇനി താഴെയുള്ള ത്രികോണത്തിൻ്റെ ശീർഷത്തിൽ നിന്നും ഈ വരകൾ കൂട്ടിമുട്ടിയ ഭാഗത്തേക്ക് ഒരു വര വരയ്ക്കുക. ഇതാ ഇങ്ങനെ. ഇപ്പോൾ ഒരു ത്രികോണം കിട്ടും, ട്രയാങ്കിൾ കിട്ടും. ഷെയ്ഡ് ചെയ്യാം. ഇതിന് ആദ്യം വരച്ച മുകൾ ഭാഗത്തുണ്ടായിരുന്ന ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ആണ്. അപ്പോൾ ഇതും താഴെയുള്ള പച്ച ത്രികോണം കൂടെ ചേരുമ്പോൾ ആ ചതുർഭുജം ചേർത്ത് ഒരു ട്രയാങ്കിളായി. ഇതിൻ്റെ ഏരിയ നിങ്ങൾ കണക്കാക്കുക. ഹൈറ്റ് കണ്ടുപിടിക്കണം, ബേസ് കണ്ടുപിടിക്കണം, സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് കണ്ടുപിടിക്കുക. അത് ഒരു അസൈൻമെൻറ്റായിട്ട് തരികയാണ്. ½ BH എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. പാദവും ഉയരവും അളന്നെടുത്ത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണക്കാക്കുക. ബേസും ഹൈറ്റും അളന്ന് നോക്കുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് അതിൽ കണ്ടത് ഈ ട്രയാങ്കിളാണ്. 8.5 താഴെ വരും, 8.5 സെൻറ്റിമീറ്റർ, 6 ഒരു സൈഡ്, 4 ഒരു സൈഡ്, മുകളിൽ 5, ഇടയ്ക്കുള്ള വര 7.5. നമ്മൾ വരച്ച് കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏരിയ കാണാൻ. ഇതാണ് ചുമന്ന നിറത്തിൽ ഇപ്പോൾ വന്നതാണ്. നമ്മളതിനെ ട്രയാങ്കിളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്. 2 ട്രയാങ്കിളാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആ ചുമല വരയ്ക്ക് സമാന്തരമായി ആ ത്രികോണത്തിൻ്റെ ശീർഷത്തിലൂടെ ഒരു വര വരച്ചു. സമാന്തരമാണ്. മുമ്പ് ചെയ്തതുപോലെ ബേസ്, ചതുർഭുജത്തിൻ്റെ ബേസ് ചുവടുവശം നീട്ടി അതിൽ മുട്ടിച്ചു. ഇതിനെ ഒരു ത്രികോണമാക്കുക. ഇവിടെ ഒരു ത്രികോണം വന്നത് കണ്ടല്ലോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ വേറൊരു ത്രികോണം വരും. അതിന് രണ്ടിനും ഒരേ പരപ്പളവായിരിക്കും. ഇനി അത് രണ്ടുകൂടെ ചേർന്ന് വരുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള ത്രികോണത്തിന്, ട്രയാങ്കിളിന് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ അതേ പരപ്പളവായിരിക്കും. അപ്പോൾ അതിൻ്റെ പരപ്പളവ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും സ്കെയിൽ ഉപയോഗിച്ച് കാണുക. രണ്ടാമത്തെ ചോദ്യം, പേജ് 15 രണ്ടാമത്തെ ചോദ്യം. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ്സ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി. ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ. ഒരു വശം 6 സെൻറ്റിമീറ്ററും ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മട്ടത്രികോണം വരയ്ക്കുക എന്നതാണ് ചോദ്യം. ഇതും നമുക്ക് വരയ്ക്കാൻ ജിയോജിബ്രയുടെ സഹായത്തോടെ ഞാൻ വരച്ച് കാണിക്കാം. സ്കെയിലും കോമ്പസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കുക. വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ജിയോജിബ്രയിൽ കാണിക്കാം. നമുക്ക് നോക്കാം. ഒരു വശം 6 സെൻറ്റിമീറ്ററുള്ള ഒരു കോൺ 60 ഡിഗ്രിയായ സമഭുജ സാമാന്തരികം ആണ് നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്നത്.
ആദ്യം ഒരു വശം 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക. എന്നിട്ട് 60 ഡിഗ്രി കോൺ ഇടതുവശത്ത് നിന്ന് അളക്കുക. റോംബസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് വീണ്ടും 6 സെൻറ്റിമീറ്റർ അളന്ന് അവയെ തമ്മിൽ യോജിപ്പിക്കുക. 6 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക, ഇടതുവശത്ത് നിന്ന് 60 ഡിഗ്രി അളക്കുക, എന്നിട്ട് 6 സെൻറ്റിമീറ്റർ വര വരച്ച് അവയെ യോജിപ്പിക്കുക. അവിടെ നിന്ന് വീണ്ടും വരയ്ക്കുമ്പോൾ നമുക്കറിയാം അവിടെ വരേണ്ടത് 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രിയാണ് വരേണ്ടത്. അത് അളന്ന് മാർക്ക് ചെയ്യുക. സമഭുജമായതുകൊണ്ട്, റോംബസ് ആയതുകൊണ്ട് അതും 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം യോജിപ്പിക്കുക. ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു റോംബസാണ്, അഥവാ സമഭുജ സാമാന്തരികമാണ്. 4 വശങ്ങളും തുല്യമായ സാമാന്തരികം. ഇനി അതിൻ്റെ വികരണം ഡയഗണൽ വരയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ടുണ്ട്, മുകളിലും താഴെയുമായിട്ട്. പാരലായിട്ട് ഒരു വര തേർഡ് വെർട്ടെക്സിൽ കൂടെ വരയ്ക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടൊരു വര വരയ്ക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു പുതിയ ട്രയാങ്കിൾ വന്നിട്ടുണ്ടാവും. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ മുമ്പ് നമ്മൾ കണ്ട ആ റോംബസിൻ്റെ അതേ ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മുമ്പ് നമ്മൾ കണ്ട റോംബസിൻ്റെ അതേ ഏരിയ ആയിരിക്കും. ഇത് റൈറ്റ് ആംഗിൾഡും ആയിരിക്കും. മെഷർ ചെയ്ത് നോക്കിയാൽ അറിയാം. ചുവട്ടിലത്തേത് 60 ഡിഗ്രിയാണ്, ഇപ്പോൾ അവിടെ കാണാം. മുകളിൽ ടോട്ടൽ വരുന്നത് 120 ആണ്. ആ ഒരു ആംഗിൾ തന്നെ മെഷർ ചെയ്താൽ, ഇപ്പോൾ കിട്ടിയ ആ ട്രയാങ്കിളിൻ്റെ തന്നെ നമ്മൾ മെഷർ ചെയ്താൽ 90 ഡിഗ്രി എന്നവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 90 ഡിഗ്രി ആയിരിക്കും വരിക. ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇങ്ങനെ വരച്ചാൽ കിട്ടുന്നത് ആംഗിൾ മെഷർ ചെയ്താൽ അറിയാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അത് നമ്മൾ ആവശ്യപ്പെട്ട അളവുകളിലുള്ളതും ആയിരിക്കും. അതിൻ്റെ ചുവടുവശം 30 ഡിഗ്രി വരും. ഇവിടെ 30 ഡിഗ്രി വരുന്നുണ്ട്. ഒരു കോൺ 60 വരും. മുകളിലത്തെ കോൺ 90 വരും. അപ്പോൾ ആദ്യം നമ്മൾ സമഭുജ സാമാന്തരികം വരയ്ക്കുക. അതിനുശേഷം റോംബസ് വരച്ചിട്ട് അതിനെ 2 ട്രയാങ്കിൾസ് ആക്കുക. ബേസിന് പാരലായി ഒരു വര വരയ്ക്കുന്നു. അതിനെ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിളാക്കി മാറ്റിയിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു ട്രയാങ്കിളാക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ? ഒന്നുകൂടെ നോക്കുക, സ്വന്തമായി വരയ്ക്കണം. രണ്ടാമത്തെ ചോദ്യം ജിയോജിബ്രയുടെ സഹായത്തോടെ നമ്മൾ ചെയ്തു. ഇനി പേജ് 15-ലെ മൂന്നാമത്തെ ചോദ്യം. ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ. കാൽക്കുലേറ്റ് ദി ഏരിയ. ഒരു സമപഞ്ചഭുജം വരച്ച് അതേ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുക. പരപ്പളവ് കണക്കാക്കുക. നമുക്ക് നോക്കാം. സമപഞ്ചഭുജം നിങ്ങൾക്കറിയാം. 5 വശങ്ങളുടെയും നീളം തുല്യമായ, കോണുകൾ തുല്യമായ സമപഞ്ചഭുജം റെഗുലർ പെൻറ്റഗൺ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിനെ ഒരു വര വരച്ചൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ വലതുവശത്ത് നമുക്കറിയാവുന്നതുപോലെ ഇതിന് സമാന്തരമായി ആ ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ മൂലയിലൂടെ ഒരു സമാന്തര വര വരയ്ക്കും, പാരലൽ ലൈൻ. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ കിട്ടും. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യം കണ്ട ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ആയിരിക്കും. ഇപ്പോൾ 5 മൂലകൾ പോയി, 5 വശങ്ങൾ പോയി, 4 വശങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം ആയി മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാം. ഇതുപോലെ ഇവിടെ വരയ്ക്കുന്നു, സമാന്തര വര പാദത്തിന് സമാന്തരമായി വരയ്ക്കുന്നു. അവിടെയും ഒരു ത്രികോണം ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് 2 ട്രയാങ്കിൾസ് ഇപ്പോൾ
ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഏരിയ ആദ്യം ഉണ്ടായിരുന്ന ട്രയാങ്കിൾസിന് തുല്യമായിരിക്കും. ഇനി ഇത് യോജിപ്പിച്ച് വരച്ചാൽ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യം ഉണ്ടായിരുന്ന റെഗുലർ പെൻറ്റഗണിൻ്റെ അതേ ഏരിയ ആയിരിക്കും എന്ന് കാണാം. അതേ ഏരിയ ഉള്ള ഒരു റെഗുലർ പെൻറ്റഗൺ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇതിൻ്റെ പരപ്പളവ് നിങ്ങൾ കണക്കാക്കണം, അളന്ന് കണ്ടുപിടിക്കുക. ബേസ് അറിയാം, ഹൈറ്റ് കണ്ടുപിടിക്കുക. അതും ഒരു അസൈൻമെൻറ്റാണ്. ഇനി പേജ് 16 നാലാമത്തെ ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യം, ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ദി പിക്ചർ ഷോസ് എ റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ഇൻറ്റു 2 parts. Instead of the broken line separating these parts, draw a straight line to divide the rectangle into 2 other parts of the same area. Calculate the area of these parts. ഒരു വളഞ്ഞ വര വെച്ച് ഇതിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന് ഒരു മഞ്ഞ ഭാഗവും ഒരു പച്ച ഭാഗവും. ഈ വളഞ്ഞ വരയ്ക്ക് പകരം ഒറ്റ വര, സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കണം. പക്ഷേ ഏരിയകളിൽ മാറ്റം വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ ഒരു ചതുരത്തിനെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളെ വേർതിരിക്കുന്ന ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു നേർവര വരച്ച് ചതുരത്തിനെ ഇതേ പരപ്പളവുള്ള മറ്റ് 2 ഭാഗങ്ങളാക്കുക. ഇതേ പരപ്പളവായിരിക്കണം 2 ഭാഗത്തിനും വരിക. ഭാഗങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ മഞ്ഞ വരുന്ന ഭാഗത്തെയാണ് ഒടിഞ്ഞ വര വരുന്നത്. പച്ച വരുന്ന ഭാഗത്തുണ്ട്. മഞ്ഞ വരുന്ന ഭാഗത്തൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് അല്ലേ? ആ പച്ച വരകൾ കൂട്ടിമുട്ടുന്നിടത്ത് നിന്ന് നമുക്കൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ ഒരു വര വരച്ചാൽ അവിടെ ഒരു ട്രയാങ്കിൾ വരും. ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ വന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, മഞ്ഞ ട്രയാങ്കിൾ, നമ്മളിപ്പോൾ ഒരു വര വരച്ച് ക്രിയേറ്റ് ചെയ്ത ആ ട്രയാങ്കിളിൻ്റെ അതേ പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മേളിൽ കൂടെ ഒരു വര തേർഡ് വെർട്ടെക്സിൽ കൂടെ സമാന്തരമായിട്ട് പാരലലായിട്ട് വരയ്ക്കുന്നു. ഇങ്ങനെ യോജിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതായത് ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ച ആ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ ആ മഞ്ഞ ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. അതേ പരപ്പളവാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ ട്രയാങ്കിളിനുള്ളത്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു നേരെയുള്ള വര വരും. കണ്ടോ? ഒടിഞ്ഞ വര നേരെയായി, എന്നാൽ പരപ്പളവിന് മാറ്റം വന്നിട്ടുമില്ല. ഇപ്പുറത്തെ ഭാഗം കൂടെ എടുത്താൽ ഇങ്ങനെ വരും. രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വര ഇപ്പോൾ ഒടിഞ്ഞിട്ടില്ല, നേർവരയാണ്. പക്ഷേ പരപ്പളവിൽ മാറ്റം വന്നിട്ടുമില്ല. ഇനി നോക്കിയാൽ നമ്മളോട് ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓരോ ഭാഗത്തിൻ്റെയും, മഞ്ഞ ഭാഗത്തിൻ്റെയും പച്ച ഭാഗത്തിൻ്റെയും പരപ്പളവ് അഥവാ ഏരിയ കണക്കാക്കണം. ഈ മഞ്ഞ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പാദം നോക്കിക്കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നീളം, 2, 3, 5 നീളം വരുന്നത്. വീതി ഇടത് സൈഡിൽ തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്ററാണ് ആകെ വരുന്നത്. ചതുരത്തിൻ്റെ ആകെ പരപ്പളവ് ഇപ്പോൾ നമുക്ക് കണക്കാക്കാം. നീളവും വീതിയും അറിയാം. നീളം ഗുണം വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 2. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 3 × 2 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വരുന്ന ചുമല വരെയാണ് ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ചതുരത്തിൻ്റെ ആകെ ഏരിയ 5 × 3 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. 15 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ. ഇത് മൊത്തത്തിൽ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ചിത്രം നോക്കുക. ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, 15 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു ഷേപ്പ് കണ്ടോ? അതിൻ്റെ ചുവട് 3 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ വന്ന ഷേപ്പിൻ്റെ പാദവശം, ചുവടുവശം 3 സെൻറ്റിമീറ്ററാണ് ബേസ്. മുകളിലത്തേത് 1 സെൻറ്റിമീറ്റർ. ആ 2 വശങ്ങൾ സമാന്തരമാണ്, പാരലലാണ്.
ഇടതുവശത്തെ നീളം എത്രയായിരിക്കും? മൊത്തം 3 അതിൽ അവിടുന്ന് താഴോട്ടുള്ളത് 2 ഈ പച്ച ഭാഗത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മിച്ചം വരുന്ന 1, 2 1 ആണല്ലോ 3, അവിടെ 1 ഈ ഷേപ്പിൻ്റെ പേര് ഓർമ്മയുണ്ടോ? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഷേപ്പ് ഇവിടെയും വരുന്നുണ്ട്. ചുവട് 2 സെൻറ്റിമീറ്റർ, മുകൾവശം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മറഞ്ഞുപോയി. 3 സെൻറ്റിമീറ്റർ. അവ തമ്മിലുള്ള അകലം പച്ച നിറത്തിൽ കാണിച്ചേക്കുന്നു 2 സെൻറ്റിമീറ്റർ. പച്ച നിറത്തിലല്ല, പച്ച ഭാഗത്ത് കാണിച്ചേക്കുന്നു 2 സെൻറ്റിമീറ്റർ. ഈ ഷേപ്പിന് നമ്മൾ പറയുന്നത് ട്രപ്പീസിയം അഥവാ ലംബകം എന്നാണ്. 2 ലംബകങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതിനെ നമുക്ക് 2 ലംബകമായിട്ട് തിരിക്കാൻ പറ്റും. ട്രപ്പീസിയം അഥവാ ലംബകത്തിൻ്റെ ഏരിയ, പരപ്പളവ് കാണാനുള്ള ഒരു ഇക്വേഷൻ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണത്. ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഈസ് ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി പാരലൽ സൈഡ്സ് ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ലംബകത്തിൻ്റെ പരപ്പളവ് സമാന്തര വശങ്ങളുടെ തുകയുടെയും അവ തമ്മിലുള്ള അകലത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അതായത് 2 സമാന്തര വശങ്ങളോട് കൂട്ടണം, എന്നിട്ട് അതിനെ അവ തമ്മിലുള്ള അകലം, ഹൈറ്റ്, അവ തമ്മിൽ എത്ര അകലത്തിലാണോ അതുകൊണ്ട് ഗുണിക്കണം, എന്നിട്ട് അതിൻ്റെ പകുതി കാണണം. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം അല്ലേ. 2 ട്രപ്പീസിയം കൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തേത്, ഇതിൻ്റെ സമാന്തര വരകളുടെ നീളം, അവയുടെ തുക, സമ്മ് എത്രയാണ്? താഴെ 3, മുകളിൽ 1, അപ്പോൾ 3 1 4. അവ തമ്മിലുള്ള അകലം ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, പക്ഷെ ഒരു സൈഡ് ഇടതുവശത്ത് നോക്കിയാൽ മൊത്തം നീളം 3 വീതി. റെക്റ്റാങ്കിളിൻ്റെ വീതി മൊത്തത്തിൽ 3. താഴത്തെ വശം 2, അപ്പം മിച്ചം വരുന്ന 1 ഇവ ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള അകലം. അത് ഇപ്പോൾ വന്ന വര 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ വര 3 സെൻറ്റിമീറ്റർ, ഈ വര 1 സെൻറ്റിമീറ്റർ. അപ്പം 3 1 കൂട്ടുക 4, അതിനെ 1 കൊണ്ട് ഗുണിക്കുക. 4 ഗുണം 1 4 തന്നെ, അതിൻ്റെ പകുതി 2. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സമാന്തര വരകൾ തമ്മിലുള്ള അകലം 1 ഇൻറ്റു സമാന്തര വരകളുടെ സം, തുക 1 3. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 4, 4 ഹാഫ്, 4 പകുതി, 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ആ ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ചുവടുവശം കണ്ടുപിടിക്കാമല്ലോ. ചുവട്ടിലത്തെ നോക്കാം. ഇതാണ് ചുവട്ടിലത്തെ വശം അല്ലേ. താഴത്തെ ലംബകം ഇതാണ് ട്രപ്പീസിയം. ഇത് ഒരു വശം, അത് സമാന്തര വശം, പാരലൽ ലൈൻസ് 3, ചുവട്ടിലത്തെ 2, അത് തമ്മിലുള്ള ഹൈറ്റ് ഇത്, അത് 2. അപ്പോൾ 3 2 കൂട്ടുക 5. അവ തമ്മിലുള്ള അകലം 2, അതുകൊണ്ട് ഗുണിക്കുക. 5 ഗുണം 2 10 അല്ലേ. 10ൻ്റെ പകുതി കാണുക. ഇങ്ങനെയാണ് വരിക. ഹാഫ് ഇൻറ്റു സമാന്തര വരകൾ തമ്മിലുള്ള അകലം 2 ഇൻറ്റു 2 + 3, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 5, ഹാഫ് ഓഫ് 10, 10ൻ്റെ പകുതി 5. താഴത്തെ ഭാഗം എത്ര വരും? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ മഞ്ഞ ഭാഗം ആകെ എത്ര വരും? മുകളിൽ 2, താഴെ 5, അത് 2 കൂടെ കൂട്ടിയാൽ പോരെ. മഞ്ഞ ഭാഗം ആകെ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. നമ്മൾ നേരത്തെ ഈ റെക്റ്റാങ്കിൾ മൊത്തം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു ആദ്യം, അത് ഓർമ്മയുണ്ടോ? മൊത്തത്തിൽ എത്രയാണ് വരിക? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അതിൽ മഞ്ഞ ഭാഗം 7 വന്നു. അപ്പോൾ പച്ച ഭാഗം എത്രയായിരിക്കും? 15ൽ നിന്ന് 7 കുറച്ചാൽ മതി അല്ലേ. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അതായത് പച്ച ഭാഗം 8 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരുന്നത്. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് നന്നായിട്ട് നോക്കുക. അടുത്ത ഭാഗത്ത് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഒരു സവിശേഷത പഠിക്കും. ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് നോക്കുക, പഠിക്കുക. താങ്ക് യു.